എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മധുരച്ചീരയാണ്. മലയച്ചീര, ചിക്കൂർ മാനിസ്, ബ്ലോക്ക് ചീര, വേലിച്ചീര, പീലീസ്, പാണ്ടിമുരിങ്ങ, മൈസൂർ ചീര എന്നിങ്ങനെ പല പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. പണ്ട് ഇത് ഞങ്ങളൊക്കെ ഇത് തോരൻ വെച്ചൊക്കെ കഴിക്കുമായിരുന്നു. സാധാരണ ഇലവർഗ്ഗങ്ങളൊക്കെ വെച്ച് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വേവ് കൂടുതലാണ്. കുറച്ച് ടൈം ഇത് എടുക്കും കുക്കായി കിട്ടാനായിട്ടൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തോരനാണ്. പക്ഷേ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു അന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം തോരൻ മാത്രമേ എനിക്കറിയുള്ളൂ. പല പല റെസിപ്പീസ് ഉണ്ടായിരിക്കും. തോരനായിരുന്നു ഞങ്ങളെ വീട്ടിൽ വെക്കുന്നുണ്ടായിരുന്നത്. സാധാരണ രീതിയിൽ വേലിക്കൽ ഇപ്പോഴാണല്ലേ മതിലുകൾ ഒരുപാട് എല്ലായിടും മതിലുള്ള. പക്ഷെ പണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വേലിക്കൽ എന്തെങ്കിലും ഒന്നുകിൽ ചെമ്പരത്തിയോ അല്ലെങ്കിൽ കൊന്നയോ ഇങ്ങനത്തെ സാധനങ്ങൾ കുത്തി കുത്തി നിർത്തുന്നതിൻ്റെ കൂടെ തന്നെ ഈ മധുരച്ചീരയും കുത്തി നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്നൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഈ സാധാ ചീരയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ മധുരച്ചീര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഇതൊന്നും കാണാനും ഇല്ല, ആരും ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നുമില്ല. ഇതൊരു ദീർഘകാല വിളയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കുറച്ച് എടുത്തു കഴിഞ്ഞാലും പിന്നെയും ഇത് കിളിച്ച് വന്നുകൊണ്ടേ ഇരിക്കും. കാലവർഷത്തിലാണ് ഇത് ബെറ്റർ നടാൻ വേണ്ടിയിട്ട്, കമ്പ് കുത്തി നടാൻ വേണ്ടിയിട്ട് കാലവർഷമാണ് ബെറ്റർ. പിന്നെ ഒരുപാട് ശ്രദ്ധയൊന്നും വേണ്ട ചെടിയൊന്നും അല്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഇതിൻ്റെ കമ്പ് കിട്ടുകയാണെങ്കിൽ കുത്തി വെച്ചിരുന്നാൽ പോലും നമുക്ക് വീട്ടിലത്തേക്ക് ആവശ്യമുള്ളൊരു തോരൻ എടുക്കാനുള്ള ഒരു ചീര ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വിത്തുകളാണ്. അപ്പോൾ ഈ ഒരു ചെടിക്ക് വിത്തുകളായിട്ടില്ല. ഈ വിത്തുകൾ വരുമ്പം നമ്മുടെ ഈ ഇലയുടെ അടിഭാഗത്തായിട്ട് ചെറിയൊരു നെല്ലി വലിപ്പത്തിൽ ഒരു ചെറിയ നെല്ലിക്ക ഒരു കുഞ്ഞു നെല്ലിക്കയുടെയൊക്കെ ഒരു വലിപ്പത്തിലൊരു സംഭവം ഉണ്ടാവും. ഞാൻ എൻ്റെ ഫോട്ടോ ഇതിൽ കൊടുത്തേക്കാം കേട്ടോ, ഇവിടെ കൊടുത്തേക്കാം. ആ ഒരു ഇതുപോലെ അവിടെ തന്നെ അങ്ങനെ തന്നെയാണ് പൂക്കളും ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വിത്തെന്ന് പറയുന്നത്. പിന്നെ ഇത് ശാഖകളായിട്ട് വളരുന്ന ശാഖകളായിട്ട് വളരുന്നൊരു ചെടിയാണ്. ഇപ്പം നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നെല്ലിക്ക പോലെ ഇരിക്കുന്ന കായ്ക്കകത്ത് ഒരെണ്ണത്തിൽ തന്നെ 4-5 വിത്തുകളുണ്ടാവും. അപ്പോൾ അതുവഴി നമുക്ക് പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ കമ്പ് വെട്ടി നടലാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. സാധാരണ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വേലിക്കൽ കൊണ്ടുവന്ന് വേലിക്ക് വേണ്ടി കുത്തി നിർത്തുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് തന്നെ കിളിച്ച് വന്നിട്ട് വീട്ടിലത്തേക്കുള്ള ആഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലത്തുള്ള ചെടികളൊക്കെ നമുക്ക് അന്യം നിന്ന് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോൾ നമ്മൾ വിഷമയമാണ്, അയ്യോ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് പറയുന്ന നേരത്ത് ഇതുപോലത്തെ ചെടികളുടെ 2 കമ്പൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തേക്കുള്ള ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തോരനെങ്കിലും ഉണ്ടാക്കാനുള്ളത് നമുക്കിതിനകത്തുനിന്ന് കിട്ടും. പിന്നെ വേനൽക്കാലത്തിന് ചെറുക്കാനുള്ള ശേഷിയുണ്ട്. വലിയ വേനലുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇച്ചിരി വെള്ളം തളിച്ചു കൊടുത്താൽ തന്നെ ഇത് വളരുന്നതാണ്. പച്ചക്കറികളൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ വിഷമയമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു കംപ്ലയിൻറ്റ് പറയുന്ന സമയം മതിയാവും നമുക്ക് ഇതുപോലത്തുള്ള ചെടികൾ കൊണ്ട് നട്ടുവെക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി പരിഗണിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്താണ് റീസൺ എന്ന് പറയാം കേട്ടോ. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.